നമ്മുടെ ശരീരത്തിലെ കലകളെക്കുറിച്ചറിയണം. ഇവിടെ കാണുന്ന കലകളല്ല ഞാൻ പറഞ്ഞത്. ശരീരത്തിൻ്റെ വിവിധ വ്യത്യസ്ത കലകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു അസുഖം വരുന്ന സമയത്ത് എനിക്ക് ബോധോദയമുണ്ടെന്ന് പറയുന്നവരാണ് ആളുകൾ. ഒരസുഖമുണ്ടാവും, ഹാലുസിനേഷൻ ഒരസുഖമാണ്, റിസോഫ്രീനിയ ഒരസുഖമാണ്. ഉറക്കത്തിൽ നടക്കുക, അയാൾ പറയുകയാണ് എൻ്റെ ശരീരത്തിലൊരു പ്രേതം കൂടി അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന്. ആധുനിക ശാസ്ത്രം അതിനെ തള്ളുകയാണ്. ആധുനിക ശാസ്ത്രത്തെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല, തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. കാരണം ആ ശാസ്ത്രത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഞാനിവിടെ നിന്ന് മെല്ലെ പറയുന്ന സമയത്ത് നിങ്ങൾ ഉറക്കെ കേൾക്കുന്നത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ശാസ്ത്രത്തെ അങ്ങനെ തള്ളാനൊന്നും കഴിയില്ല. അപ്പം നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരണമെങ്കിൽ ഇത്രയും കടമ്പകൾ കടക്കണം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്. ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും വിജയിച്ചുകൊണ്ട് എല്ലാവരെയും മുന്നോട്ട് തള്ളി മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ ഈ എല്ലാ ഓർഗൻസിനെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ അച്ചടക്കവും അസാധ്യമായ എന്താ പറയുക, പഠിക്കാനുള്ള ആഗ്രഹവും മനസ്സിലാക്കാനുള്ള ആഗ്രഹവും ചില കാര്യങ്ങളെ നിഷ്പ്രയാസം ഉപേക്ഷിക്കേണ്ടതായും വരും. അങ്ങനെയല്ലാതെ അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയുന്ന ആ മഹത്തായ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അത് സിക്സ്ത് സെൻസിൻ്റെ അപ്പുറത്താണ്. ഒരാൾക്ക് ഊഹിക്കാം, ഒരു സിക്സ്ത് സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഊഹിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നിതാന്ത ജാഗ്രതയോടുകൂടി നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര. ആ യാത്രയിൽ ഒരു ഭാഗത്ത് അഗാധമായ ഗർത്തമാണ്, ഒരു ഭാഗത്ത് വളരെ സുന്ദരമായ ഞാൻ പറയുന്ന ഈ ലോകമാണ്. ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ലോകത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്തുണ്ടായ അതിനാഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ബേസാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ചെറിയൊരു ബേസാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതാണ് പാഠം. ഫസ്റ്റ് സ്റ്റാൻഡേർഡുള്ള, സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് അടുത്ത തവണ വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഇതിൽ. ഇത് ചെറിയ കുട്ടികൾക്കുള്ള, ഇത് എല്ലാവർക്കും അറിയാം. എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കും അറിയുന്നതൊക്കെ. ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ച് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ചില പ്രത്യേക ശ്വാസ ക്രമീകരണങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് മൃതസഞ്ജീവിനി ക്രിയയിൽ ധാരാളമുണ്ടെന്നറിയുക. കലകളെ ഉത്തേജിപ്പിക്കുന്ന, റെജുവിനേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ശരീരത്തെ റെജുവിനേറ്റ് ചെയ്യുന്ന, ഓർഗൻസിനെ റെജുവിനേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാതമായ ഒരു കാര്യമല്ല. അത് ഇവിടെ നിലവിലുള്ള ഒരു കാര്യമാണ്. ആർക്കും ഇന്ദ്രിയത്തിൻ്റെ അപ്പുറത്തേക്ക്, ബോധത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. 100% അത് ഉറപ്പാണ്. പക്ഷെ അതിന് ധാരാളം കടമ്പകളുണ്ട്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടും ഇല്ല. ഒരു ചോദ്യം വേണമെങ്കിൽ ഉയരാം. ഒറ്റ ദിവസം കൊണ്ട് ചില ആളുകൾക്ക് ബോധോദയം ഉണ്ടാവുമെന്ന് കേട്ടുന്നുണ്ടല്ലോ. അത് നമ്മൾ ഹിമാലയത്തിൽ പോയിട്ടാണല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഹിമാലയത്തിൽ പോയതുകൊണ്ട് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. വീട്ടിലിരുന്നത് കൊണ്ട് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവാം. സ്കൂട്ടർമെന്ന് വീണാലും ബോധോദയം ഉണ്ടാവാം. എൻലൈറ്റ്മെൻറ്റ് എപ്പോഴും സംഭവിക്കാം. പക്ഷെ അത് സംഭവിക്കാൻ വേണ്ടി നിർബന്ധപൂർവം ഒരു സംഗതി പഠിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഈ വഴികളിലൂടെ സാവധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഗുരു കടാക്ഷം ഉണ്ടാവും. ഗുരു എന്ന് പറയുന്നത് പർവ്വതവും ശിഷ്യൻ എന്ന് പറയുന്നത് താഴ്വരയുമാണ്. പർവ്വതമായ ഗുരുവിന് താഴോട്ട് ഒഴുക്കാൻ കഴിയും. മേലോട്ട് നദി ഒഴുകുന്നില്ല, താഴോട്ട് ഒഴുക്കാൻ കഴിയും പർവ്വതത്തിന്. അങ്ങനെ ഗുരുക്കന്മാരുടെ വാക്കുകൾ വളരെ നല്ല രീതിയിൽ കേൾക്കുകയും ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഗുരുവിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന്, എന്തൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനമെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബോധത്തിനപ്പുറത്തേക്ക് കടക്കാതെ ഈ വസ്തുവിനെക്കുറിച്ച് കണ്ണുപൊട്ടൻ
ആനയെ കാണുന്നത് പോലെയാണ് അതീന്ദ്രിയ ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ വിഷയങ്ങളെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവുകയും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതീന്ദ്രിയ ജ്ഞാനം എന്ന മഹത്തായ ആ അവസ്ഥയിലേക്ക് നിങ്ങൾക്കും നീങ്ങാൻ കഴിയും.